നമസ്കാരം. ഇപ്പോൾ പുത്തൂർ ഭരണിക്കാവ് റൂട്ടിൽ ഒരു യുവാവ് ബസ്സിൻ്റെ അടിയിലേക്ക് വീണ് വളരെ ദാരുണമായ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളെ കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ ഉടനെ വണ്ടി ഒതുക്കി വിളിച്ചു. സാറിനെ വിളിച്ചു. സാർ അപ്പോൾ ഞങ്ങളുടെ ആളുമായിട്ട് പാചെത്തി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്ന് സാറ് വന്നതിന് ശേഷമാണ് ഈ അപകടം പറ്റിയ ആളിനെ ആ ബൈക്ക് ഉൾപ്പെടെ തിരിച്ച് എടുക്കാൻ സാധിച്ചതിന് ശേഷം ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചതിന് ശേഷം ഇവിടെ വന്നു. ആംബുലൻസ് കൊട്ടാരം താലൂക്ക് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു. മരണപ്പെട്ടത് സ്ഥിരീകരിച്ചു. ഭയങ്കരമായ ഒരു അപകടമായിരുന്നു. രസീദത്തിന്റെ സാന്നിധ്യം വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. ഞാനാണ് വണ്ടി കൊണ്ടുപോയി. വളരെ ഗുരുതരമായ ഒരു അപകടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഭരണിക്കാവ് കൊട്ടാരക്കര റൂട്ടിൽ കൃഷ്ണപ്രിയ എന്നൊരു ബസ്സിലേക്ക് ഒരു യുവാവിൻ്റെ ബൈക്ക് ഇടിച്ചു കയറി തൽക്ഷണം യുവാവ് മരണപ്പെട്ടിരിക്കുന്നു. മരണപ്പെട്ട യുവാവിൻ്റെ കണ്ണാട ഇപ്പോഴും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അത് കുരുങ്ങിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതല്ലേ ഞാൻ പറഞ്ഞേ, അതല്ലേ അന്നേരം തൊട്ട് ഞാൻ പറഞ്ഞേ. അതാണ് ആ ബസ്സുകാർ കറക്റ്റായിട്ട് വന്നേ. ചുമ്മാതെ ആൾക്കാരാണെങ്കിൽ ഇതൊന്നും കാണിക്കട്ടൊന്നുമില്ല. അങ്ങനെ ആയിരുന്നു സംഭവം. ഈ ടൂ വീലറിൽ വന്ന ആളാണോ? ടൂ വീലറിൽ വന്നാണോ? ടൂ വീലറിൽ നിന്ന് കയറിയതാ. ടൂ വീലർ ബസ്സിലേക്ക് വന്ന് കയറിയതാ അല്ലേ? ബസ്സിൻ്റെ സൈഡിൽ തന്നെയാണ് അപകടം നടന്നിരിക്കുന്നത്. ഇയാൾ പറഞ്ഞില്ലയോ ഈ ബസ്സാണെങ്കിലേ അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ പെല്ല വന്ന വണ്ടിയാണെങ്കിൽ ഈ ഇത്ര ഇടിച്ചു കൊടുക്കൂ. ഏത് വണ്ടി? അതാ പറഞ്ഞ എന്റെ പൊന്നെ, അടേ എന്റെ പൊന്നെ, അതാ പറഞ്ഞേ. ഈ വണ്ടി ബൈക്ക് വന്ന് കയറിയതാ അത്. ഞാൻ ഡ്രൈവറാ. കാരിക്കൽ സ്വദേശിയല്ലേ? വളരെ ഗുരുതരമായ ഒരു അപകടമാണ്. ഈ റോഡ് മുഴുവൻ ഈ ചേട്ടാ ഈ ബസ്സിൽ ഉണ്ടായിരുന്നോ? ഈ ബസ്സിലുണ്ടായിരുന്നോ? എവിടെ പോയി താമസിക്കുന്നേ? എവിടെ പോയി? ഇയാൾ എന്നോട് ചോദിച്ചു നോക്ക്. ഇയാളെ അമ്മാപ്പനോട് ചോദിച്ചു. അതാണേ പറഞ്ഞ ഇയാളൊന്നും പറയണ്ട. വളരെ ഗുരുതരമായ ഒരു അപകടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മീറ്ററുകളോളം ഈ ബോഡിയുമായിട്ട് ഈ ഒരു വാഹനം വലിച്ചഴിക്കപ്പെട്ടു. എന്നാൽ ഈ യാത്രക്കാരൊക്കെ തന്നെ പറയുന്നത് ഈ ബസ് ഡ്രൈവറുടെ ഭാഗത്ത് യാതൊരുവിധ കുറ്റവുമില്ല. കാരണം തൊട്ടപ്പുറത്ത് ഒരു ബസ് സ്റ്റോപ്പാണ്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് വാഹനം ഓടി തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഈ ടൂ വീലറിൽ വന്ന ആൾ മദ്യപിച്ചിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.